നരകമുണ്ടെങ്കിൽ അത് ഇവിടെ ഈ ഗാസ മുനമ്പിലാണ്. ഒരുപക്ഷെ യഥാർത്ഥ നരകത്തേക്കാൾ ഭീകരം. തിന്മ ചെയ്തവരെ ശിക്ഷിക്കുന്നു എന്നതിനപ്പുറം നിഷ്കളങ്കരായ കുഞ്ഞു ജീവനുകളെ അടിവേരോടെ കൊന്നൊടുക്കുന്നതും പട്ടിണിത്തീയിൽ ചുട്ടെടുക്കുന്നതും നമ്മൾ കേട്ടു കടന്നുപോയ കഥകളിലോ ചരിത്രത്തിലോ ഇല്ല. ഈ മരണമുനമ്പിൽ ജീവൻ നഷ്ടപ്പെടുന്ന ഓരോ കുഞ്ഞിനും ലോകം മറുപടി പറയേണ്ടതുണ്ട്. ഗാസയിലെ ഈ പ്രേത നഗരങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ക്യാമറ കണ്ണുകൾ പകർത്തുന്നത് അത്രമേൽ ദൈന്യതയാർന്ന നിലവിളികളാണ്. വിശപ്പും വേദനയും നിറഞ്ഞ ആ കുഞ്ഞു നോട്ടങ്ങളാണ്. കൈയും കാലും നന്നേ ഉണങ്ങി വാരിയലുകൾ പുറത്തു കാണാവുന്ന രീതിയിൽ ജീവന് വേണ്ടി യാചിക്കുന്ന പട്ടിണിക്കോലങ്ങൾ. തളർന്ന ശരീരവും മനസ്സുമായി ഭക്ഷണ ട്രക്കുകൾ എപ്പോഴോ എത്തുമെന്ന് അവർ പ്രതീക്ഷിച്ച് കാത്തു നിൽക്കുകയാണ്. ഒരു പിടി ആഹാരം തങ്ങളുടെ പാത്രത്തിലേക്ക് വീഴാൻ അവർ നടത്തുന്ന പ്രയത്നം ഒട്ടും ചെറുതല്ല. ശവക്കൂമ്പാരങ്ങളുടെയും മരണം കാത്തിരിക്കുന്നവരുടെയും ഇടയ്ക്ക് ജീവിക്കുന്ന എണ്ണം ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ജനതയെ ഒന്നുമേ അത്ഭുതപ്പെടുത്തുന്നില്ല. വിശപ്പും മരണവും വെളുത്ത തുണിയിൽ പൊതിഞ്ഞ കുഞ്ഞു മൃതദേഹങ്ങളും തിരിച്ചറിയാനായി പേരെഴുതി ഒട്ടിച്ച ശരീരഭാഗങ്ങളും ക്യാമറ കണ്ണുകൾക്കേറെ പരിചിതമായിരിക്കുന്നു. യുദ്ധം 19 മാസങ്ങൾക്കിപ്പുറം എത്തുമ്പോഴും ഗാസയിൽ ഇസ്രയേൽ തീമഴ പെയ്യിക്കുകയാണ്. പാതിമുക്കാലും തകർന്നടിഞ്ഞ അഭയകേന്ദ്രങ്ങൾക്കും ആശുപത്രി കെട്ടിടങ്ങൾക്കും ഉള്ളിൽ നിന്നും ഇനിയും ജീവൻ ബാക്കിയായവരുടെ കരച്ചിലുകളും ഞരക്കങ്ങളുമാണ് പുറത്തേക്ക് വരുന്നത്. 2023 ഒക്ടോബർ 7 ഹമാസ് ആക്രമണത്തിന് ഇസ്രയേൽ മറുപടി നൽകാൻ ആരംഭിച്ചതു മുതൽ കൊല്ലപ്പെട്ടത് 16,500-ലേറെ കുഞ്ഞുങ്ങൾ. മരുന്നും ഭക്ഷണവുമില്ലാതെ ഇപ്പോൾ 14,000 കുഞ്ഞുങ്ങൾ മരണമുഖത്തെന്ന് ഐക്യരാഷ്ട്രസഭയുടെ മുന്നറിയിപ്പ്. 93% കുട്ടികളും കടുത്ത പോഷകാഹാരക്കുറവ് നേരിടുന്നു. അടിയന്തരമായി സഹായം എത്തിച്ചില്ലെങ്കിൽ ഈ 14,000 കുട്ടികളും മരണത്തിലേക്ക് എടുത്തെറിയപ്പെടുമെന്നാണ് ലോകത്തോട് ഐക്യരാഷ്ട്രസഭ പറയുന്നത്. എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളെയും കാറ്റിൽ പറത്തി മരുന്നും ഭക്ഷണവും കുടിവെള്ളവും അടക്കം ഗാസയിലേക്കുള്ള എല്ലാ സഹായങ്ങളും തടഞ്ഞുവെച്ച് വംശീയ ഉന്മൂലനമാണ് ഇസ്രയേൽ ലക്ഷ്യമിടുന്നത്. ലോകത്തെ ഏറ്റവും വലിയ തുറന്ന ജയിലെന്ന കുപ്രസിദ്ധി ആർജിച്ച ഗാസ മുനമ്പ് ഇപ്പോൾ ശവപ്പറമ്പാണ്. ഒറ്റയും തെറ്റിയും അങ്ങിങ്ങുയരുന്ന ചെറിയ പ്രതിഷേധ ശബ്ദങ്ങളല്ലാതെ ഈ കൂട്ടക്കശാപ്പ് തടയാൻ ഐക്യരാഷ്ട്രസഭയ്ക്കോ അമേരിക്കയടക്കമുള്ള വൻശക്തികൾക്കോ കഴിയുന്നില്ല. അല്ലെങ്കിൽ അതിന് അവർക്ക് താല്പര്യവുമില്ല. പലസ്തീൻ വംശജരെ ഒന്നൊഴിയാതെ മുച്ചൂടും മുടിച്ച് ഗാസ ഭൂമി സ്വന്തമാക്കുക എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തെ എത്രയും വേഗം പൂർത്തീകരിക്കാനുള്ള കടന്നാക്രമണമാണ് ഇസ്രയേൽ ഇപ്പോൾ നടത്തുന്നത്.